ഇന്നാണെങ്കിൽ ഷോപ്പിൽ കുറച്ച് ലേറ്റ് ആയാലും പ്രശ്നമില്ല. ഇന്നൊരു 9:30 മണിയാകുമ്പോൾ ഷോപ്പിലേക്ക് എത്തിയാൽ മതി. ഇന്നലെ ഞാൻ ഓവർ ഡ്യൂട്ടി ആയിരുന്നു. അങ്ങനെ ഒരു 8 മണിയാകുമ്പോൾ ഞാൻ ഉറക്കുന്നതെല്ലാം മേടിച്ചതിന് ശേഷം കട്ടിൽ ഇരുന്നിട്ട് തന്നെ കുറച്ച് സമയം ഉറക്കം തൂക്കി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം രാവിലെ തിന്നാനുള്ള ഒരു 3 മുട്ട പൂങ്ങാമെന്ന് ചോദിച്ചു. കുളിച്ചിട്ട് വരുമ്പോൾക്ക് ആ മുട്ട ഒന്ന് പൂങ്ങിക്കിട്ടും ചെയ്യും. അങ്ങനെ നേരെ സോപ്പും കാര്യങ്ങളെല്ലാം എടുത്തതിന് ശേഷം നേരെ കുളിക്കാൻ വേണ്ടി നേരെ ബാത്റൂമിലേക്കാണ്. അങ്ങനെ ഒരു കുളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഡ്രസ്സും കാര്യങ്ങളും ഇട്ട് നേരെ റൂമിൽ നിൽക്കാന്ന് വെച്ചു. 9 നമുക്ക് ഷോപ്പിലൊക്കെ എത്തണം. അങ്ങനെ 9:15 ഞാൻ റൂമിൽ നിൽക്കുന്നു. അങ്ങനെ പൂങ്ങാൻ വെച്ച മുട്ടയും എടുത്തതിന് ശേഷം നേരെ റൂമിൽ നേരെ കഴിഞ്ഞു. ഷോപ്പിലെത്തിയിട്ട് വേണം മുട്ടൻ കാര്യങ്ങളൊക്കെ തിന്നാൻ. പുറത്താണെങ്കിൽ ക്ലൈമറ്റ് ആകെ ചേഞ്ച് ആണ്, നല്ല തണുപ്പും കാര്യങ്ങളും ആണ്. ഷോപ്പിന്റെ പുറത്താണെങ്കിൽ കമ്പനിക്കാരനും വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഷോപ്പിനുള്ളിൽ കയറിയേ പറ്റും. അങ്ങനെ 9:00-ന് ശേഷം നേരെ ഷോപ്പിലേക്ക് തന്നെ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 10-11 മണിയാകുമ്പോൾ ഒരു നല്ലൊരു കാറും കാര്യങ്ങളൊക്കെ കണ്ടു. അങ്ങനെ പുറത്തുനിന്ന് ആ വണ്ടീന്റെ സൗണ്ട് കേൾക്കാനാണ് വേറെ ഒരു സുഖമുണ്ട്. അങ്ങനെ ഒരു വൈകുന്നേരം സമയമാകുമ്പോൾ ഒരു പ്ലെയിൻ പോകുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ വന്നിട്ട് 1 കൊല്ലം 2 മാസം കഴിഞ്ഞു. എത്ര പെട്ടെന്നാണല്ലേ 1 കൊല്ലം 2 മാസമൊക്കെ പോയത്. അങ്ങനെ ഒരു ടൈം ആകുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി നേരെ ബാക്കിലേക്കാണ്. അങ്ങനെ നിസ്കരിച്ചതിന് ശേഷം ബാക്കിയുള്ള പരിപാടി നോക്കാമെന്ന് വെച്ചു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം റൂമിൽ പോകാനുള്ള ടൈം ആയിക്കൊണ്ട് നേരെ റൂമിലേക്ക് ഇടണമെന്ന് വെച്ചു. പോകുന്ന വഴിക്ക് കണ്ടതാണ് ഈ സംഭവം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം മുട്ടായും കാര്യങ്ങളൊക്കെ ഒന്ന് പാക്കാക്കിയാണ്ട് നാട്ടിലേക്ക് പോകണം. ബാക്കി വീട് നാളെ. ബാ